ഇൻഡെക്സിൻ്റെ ഈ ഒരു നോർമൽ USB മൗസിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഗെയിമിംഗ് മൗസ് നിർമ്മിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മൗസിനെ അഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടിയിൽ ഒരു സ്ക്രൂ ആണ് ഈ ഒരു മൗസിന് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കവർ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഇതിൽ ലോക്കൊക്കെ ഉണ്ട്, അത് ഒടിഞ്ഞു പോകാതെ നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കവർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സർക്യൂട്ട് ബോർഡ് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ കണക്ഷൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ V എന്ന് പറയുന്നതാണ് വോൾട്ടേജ്, അതായത് പോസിറ്റീവ് ടെർമിനൽ. ഇതിലാണ് നമ്മൾ LED പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. G എന്ന് പറയുന്നതാണ് ഇതിൻ്റെ നെഗറ്റീവ്. ഇതിലാണ് നമ്മൾ നമ്മുടെ LED നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു LED ആണ് നമ്മൾ നമ്മുടെ മൗസിൽ ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു മൾട്ടി കളർ LED ആണ്. പല കളർ മാറി മാറി ഇതിൽ കത്തുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ സോൾഡറിങ് പ്രോസസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ LED 2 ടെർമിനലിലും കുറച്ച് ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ബ്ലാക്കും റെഡും വയറെടുത്തതിന് ശേഷം അതിലേക്കും ലെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലെഡ് അപ്ലൈ ചെയ്ത വയർ LED നെഗറ്റീവ് ടെർമിനലിലേക്കും പോസിറ്റീവ് ടെർമിനലിലേക്കും കൃത്യമായി സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ട് ബോർഡ് എടുക്കാം. ഇതിൽ 2 ടെർമിനലിലേക്കാണ് നമ്മൾ നമ്മുടെ LED വയർ സോൾഡർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോൾട്ടേജും ഗ്രൗണ്ടും ആണത്. അപ്പോൾ വോൾട്ടേജും ഗ്രൗണ്ടും കൃത്യമായി എവിടെയാണെന്ന് നോക്കി അതിനെ തിരിച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ വയർ നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ബോർഡ് ഈ ഒരു ക്ലിപ്പിലേക്ക് വയ്ക്കാം. അപ്പോൾ മുകളിൽ കാണുന്ന 2 ടെർമിനലുകളാണ് ഇതിൻ്റെ വോൾട്ടേജും ഗ്രൗണ്ടും. അപ്പോൾ വോൾട്ടേജിലേക്കാണ് നമ്മൾ നമ്മുടെ LED പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഗ്രൗണ്ടിലേക്കാണ് നമ്മുടെ LED നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 2 വയറും കൃത്യമായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ട് ബോർഡ് ഈ ഒരു മൗസിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു LED ഉള്ളതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ LED വളച്ച് കൃത്യമായി അതിൻ്റെ പൊസിഷനിലേക്ക് വെച്ച് ഒരു ടേപ്പ് വെച്ച് ഒട്ടിക്കും. എന്നിട്ട് നമ്മുടെ സർക്യൂട്ട് ബോർഡ് കൃത്യമായി അതിൻ്റെ ഇരുന്ന പൊസിഷനിൽ തന്നെ വയ്ക്കും. അപ്പോൾ നമ്മുടെ LED കൃത്യമായി ടേപ്പൊക്കെ ഒട്ടിച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ട് ബോർഡ് ഇതിൻ്റെ ഒരു ലോക്കിലേക്ക് കൃത്യമായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ LED വെച്ചിരിക്കുന്നത് ആ ഒരു സ്ക്രോൾ വീലിലേക്ക് ലൈറ്റ് അടിക്കുന്ന രീതിയിലാണ്. അപ്പോൾ സ്ക്രോൾ വീലിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് ഈ ഒരു ലൈറ്റ് മിന്നി കത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ബോർഡൊക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കവർ തിരിച്ച് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഡാറ്റ കേബിളും അതായത് പവർ കേബിൾ അതിൻ്റെ ലോക്കിൽ കൂടെ അവിടെ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കവർ കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിന് സ്ക്രൂ ഇട്ട് മുറുക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പിടിച്ചിട്ട് ആ ഒരു സ്ക്രൂ തിരിച്ച് അതിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലൈറ്റ് ഇട്ട് കാണുമ്പോൾ ഇതിൻ്റെ ഫുള്ള് ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ലൈറ്റ്സ് ഒന്ന് ഓഫ് ചെയ്താലോ. ലൈറ്റ്സ് ഓഫ്.